ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിന് ഇനി ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ ടോപ്പിക്സിലൂടെയും ഒന്ന് ഓടിച്ച് കടന്നു പോകാനുള്ള ടൈം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ ഫുൾ ടോപ്പിക് അങ്ങ് കവർ ചെയ്യാൻ പോവാം. ഇച്ചിരി ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, എങ്കിൽ പോലും നമുക്ക് ഫുൾ ടോപ്പിക്സിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ്. അതുകൂടാതെ നമ്മൾ എടുക്കാത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഫുള്ള് നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കേൾക്കാനുള്ള ടൈം ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ ഫുൾ ഈ വീഡിയോ ഒറ്റ തവണ ഒന്ന് കേൾക്കുക. ഏതായാലും നിങ്ങളുടെ കയ്യിലൊരു 2 മണിക്കൂർ 3 മണിക്കൂർ സമയം എന്നാണെങ്കിലും കിട്ടും. അപ്പോൾ അത്ര സമയം നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം നമ്മൾ ടോപ്പിക്ക് വെച്ചാണ് ക്ലാസ് ചെയ്യുന്നത്. ഇത്ര ലേറ്റ് ആയതിന് കാരണം ചിലരുണ്ട് എന്നെപ്പോലെയൊക്കെ ആണെങ്കിൽ തലേദിവസം ഇരുന്ന് ക്ലാസ് കേൾക്കുന്നതൊക്കെ അത് നമുക്ക് പെട്ടെന്ന് മെമ്മറി വരികയും ചെയ്യും. അപ്പോൾ PSCക്ക് അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം നമുക്ക് ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യ ആ പരീക്ഷയുടെ സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് എന്നാണെങ്കിലും കിട്ടും. നമ്മൾ കുറേ നാൾ മുന്നേ പഠിച്ചാലും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അത്ര എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ലൈക്ക് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റായിട്ടോടെ രേഖപ്പെടുത്തണം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ചുരങ്ങളാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ട ചുരങ്ങൾ മാത്രം നമുക്ക് PSC ചോദിക്കുന്ന മാത്രം നോക്കിയാൽ മതി. ഒരുപാട് വൈഡായിട്ട് എടുക്കുന്നില്ല. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഒരു ഫൈനൽ ലാപ്പ് എന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ കേൾക്കുന്ന കാര്യം വൃത്തിയായിട്ട് കേൾക്കുക. അപ്പോൾ ചുരങ്ങൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന ചുരങ്ങളാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം. ടിബറ്റിനെയും സിക്കിമിനെയായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ടിബറ്റിനെയും സിക്കിമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നമ്മൾ നോക്കിയത്. ശ്രീനഗർ കാർഗിൽ സോജില ചുരം, ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേഖ് ചുരം, ടിബറ്റിനെയും സിക്കിമിനെയും നാഥുല ചുരം, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം. ഓക്കെ, ഇനി ഹിമാലയൻ നദികളെ കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ഇനി സിന്ധുവിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേയ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയും സിന്ധുവാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജ് ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് ആണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ചലം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചിട്ടുണ്ട് ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബെഗ്ലിഹാർ ഡാം, ജമ്മു കാശ്മീരിലെ ബെഗ്ലിഹാർ ഡാം. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അപ്പൊ സിന്ധുവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജ് ആണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയിലാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബെഗ്ലിഹാർ ഡാം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. പിന്നെ സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രാചീന നാമങ്ങൾ നമുക്ക് നോക്കാം. ഈ സിന്ധുവിന്റെ തന്നെ പോഷക നദിയുടെ പ്രാചീന നാമങ്ങൾ. ചലം വിദാസ്ത എന്നാണ് അറിയപ്പെട്ടത്. ചലം വിദാസ്ത. ചിനാബ് അസ്കിനി. ചിനാബ് അസ്നി SCRT കൊടുത്തിട്ടുള്ള ഫാക്ടറാണ്, അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ചലം വിദാസ്ത, ചിനാബ് അസ്കിനി, രവി പരുഷ്ണി അഥവാ ഐരാവതി, ബിയാസ് വിപാസ, സത്ലജ് ശതദ്രു.
ചലം വിദാസ്ത, ചിനാബ് അസ്കിനി, രവി പരുഷ്ണി അഥവാ ഐരാവതി, ബിയാസ് വിപാസ, സത്ലജ് ശതദ്രു. ഇത് ഗംഗയാണ്. ഗംഗയുടെ പ്രധാന പോയിന്റ്സ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഏത്? ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗയ്ക്കാണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന എവിടെ വെച്ചാ? അലഹബാദിൽ വെച്ച്. ഇനി ഗംഗാ സംഗമം PSC ചോദിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗിൽ വെച്ച്. ഗംഗ, യമുന, സരസ്വതി, പ്രയാഗ്, ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് ഗംഗ, യമുന, സരസ്വതി. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്, അളകനന്ദ, പിണ്ടാറ്, കർണപ്രയാഗ്, അളകനന്ദ, ധൗളിഗംഗ, വിഷ്ണുപ്രയാഗ്. അതിൽ ഓർക്കേണ്ട 2 കാര്യം: ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി, പ്രയാഗ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. യമുനയുടെ പോഷക നദികള് ചമ്പൽ, ബെത്വ, കെന്ന്, ടോൺസ്. ചമ്പൽ, ബെത്വ, കെന്ന്, ടോൺസ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുനയിലാണ്. പിന്നെ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ടോൺസ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ്. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഹൂഗ്ലി. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഒരു ഉദാഹരണം കൂടിയാണ് ഹൂഗ്ലി. അപ്പൊ നമ്മളിപ്പോൾ ഗംഗയുടെ കാര്യം പറഞ്ഞേ. ഏതൊക്കെയായിരുന്നു പ്രധാന പോയിന്റ്സ്? ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയും ഗംഗ തന്നെയാണ്. പിന്നെ ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗി വെച്ച്. ഗംഗ, യമുന, സരസ്വതി ആണെങ്കിൽ പ്രയാഗ്, ത്രിവേണി സംഗമം എന്നൊക്കെ അറിയപ്പെടുന്നു. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? ചമ്പല്, ബെത്വ, കെന്ന്, ടോൺസ്. ഇനി അടുത്തതാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ധോള സാദിയ പാലം, ഭൂപൻ ഹസാരിക പാലം. അത് ഈ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികള് കാമോങ്, ധനുശ്രീ, ടീസ്ത, ലോഹിത്, ദിബാങ്, മനാസ്, സുബൻസിരി. ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാ? സുബാൻസിരി, മനാസ്, ടീസ്ത, ലോഹിത് ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്തയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത കൂടി ഒഴുകുന്നത് ടീസ്തയാണ്. ടിബറ്റിൽ ഇനി ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന 2 പേരുകളുണ്ട്. കുറെ പേരുണ്ട്, അത് 2 ഇമ്പോർട്ടന്റ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നും. ടിബറ്റില് സാങ്പോ, ബംഗ്ലാദേശില് ജമുന. നമുക്ക് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളും അവയുടെ പോഷക നദിയും പിന്നെ അത് ചെന്ന് ചേരുന്ന കടൽ ഏതാണെന്നും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. സിന്ധു നദിയാണെങ്കിൽ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. അതിന്റെ പോഷക നദികളാണ് ചലം, രവി, ബിയാസ്, ചിനാബ്. പിന്നെ ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ. ചെന്ന് ചേരുന്നത് അറബിക്കടലിൽ. സിന്ധു അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ഗംഗയാണെങ്കിൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ. പോഷക നദി യമുന, സോണ്, ദാമോദർ, കോസി. സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ. ചെന്ന് ചേരുന്ന ബംഗാൾ ഉൾക്കടല്. ബ്രഹ്മപുത്രയാണെങ്കിൽ ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി. തീസ്ത, ലോഹിത്, മാനസ്, സുബാൻസിരിയാണ് പ്രധാന പോഷക നദികൾ. അരുണാചൽ പ്രദേശ്, ആസാം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഇനി നമ്മൾ ഉത്തര മഹാസമതലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചോദിച്ചു നോക്കാം. ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാ? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാണ്? അറിയാവുന്നവര് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം.
ഇനി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇനി ഇത് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ആസാം, ഹരിയാന, രാജസ്ഥാൻ. പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അടുത്താണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്ന? ഇടുക്കി, 2695 മീറ്റർ. ഇവിടെ ഉപദ്വീപ് പീഠഭൂമിയിൽ കാണപ്പെടുന്ന പർവ്വതനിരകളാണ് ആരവല്ലി, വിന്ധ്യാസത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഇനി ഇവിടുന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഒരു ചെറിയ കോഡുണ്ട്. മഹാതെലുങ്കനായ കർണൻ ഓടിപ്പോയി മദ്യവും ചാറും കുടിച്ച് ചത്തു. നമുക്ക് പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ കാണപ്പെടുന്നുണ്ട്. വിളകള് പരുത്തി, പയറുവർഗ്ഗം, നിലക്കടല, കരിമ്പ്, ചോളം എന്നിവയൊക്കെയാണ്. പ്രധാന ധാതുക്കള് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവയാണ്. അടുത്ത തീരപ്രദേശമാണ്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലം ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അത് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വീപുകളെ കുറിച്ചാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് സമൂഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളും. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദ്വീപാണ് ലക്ഷദ്വീപ്. 36 ദ്വീപുകളുള്ള ലക്ഷദ്വീപില് 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളാണ് ബംഗാരം, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദ്വീപി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ, കടമത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ചോദിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. ഏറ്റവും വലുത് ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി, ജനസംഖ്യ കുറഞ്ഞത് ബിത്ര. ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണെങ്കിൽ മിനിക്കോയ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണെങ്കിൽ 10 ഡിഗ്രി ചാനൽ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ, ദക്ഷിണ ആൻഡമാൻ. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങളാണ് ബാരൻ ദ്വീപ്, നർക്കോണ്ടം ദ്വീപ്. ഇത് കാണപ്പെടുന്ന എവിടെയാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഈ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപൊക്കെ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാഡിൽ കൊടുമുടി. ഏതാണ്? സാഡിൽ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ദ്വീപ് ഏതാണ്? മാജുലി. നദീജന്യ ദ്വീപ് മാജുലി. മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് വീലർ ദ്വീപാണ്. ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ് വീലർ ദ്വീപ്. വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അബ്ദുൾ കലാം ദ്വീപ്. ഇനി നമ്മൾ ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലില്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണെങ്കിൽ ബംഗാൾ ഉൾക്കടല്. ഏതൊക്കെയായിരുന്നു പ്രധാന ഉപദ്വീപീയ നദികൾ? നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അതിൻ്റെ അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണെങ്കിൽ നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണിയൊക്കെ. കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ. കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ.
നർമ്മദ നദിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഫ്രഞ്ച് താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകളിൽ കൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്നത് ഈ നദിയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഏതൊക്കെയാ ഇപ്പൊ പറഞ്ഞേ? ഉത്ഭവസ്ഥാനം അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകള്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഫ്രഞ്ച് താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്ന നദി. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നതും നർമ്മദയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധു ബെറ്റ് എന്ന നദീദ്വീപിലാണ്. സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? മേധ പട്കർ. നർമ്മദ നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്ത്. അറബിക്കടലിലാണ് നർമ്മദ പതിക്കുന്നത്. എവിടെയാ പതിക്കുന്നത്? അറബിക്കടലില്, ഗൾഫ് ഓഫ് കമ്പത്ത്. നർമ്മദാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നർമ്മദ സേവാ മിഷൻ. നർമ്മദ സേവാ മിഷൻ. നമുക്കിനി താപ്തി നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. ഫ്രഞ്ച് താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് കക്രപ്പാറ, ഉക്കായി. താപ്തി നദിയുടെ പതനസ്ഥലം അറബിക്കടലാണ്. ഇനി അടുത്ത മഹാനദി. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം മഹാനദിയാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്, അതുപോലെ പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നതൊക്കെ മഹാനദിയിലാണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. ഗോദാവരിയെ പറ്റി എന്തൊക്കെയാ? ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്ന്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ത്രയംബകേശ്വർ, നാസിക്, ഭദ്രാചലം, രാജമുദ്രി. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാലും ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ, പ്രാണഹിത. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിങ്ക കണ്ടൽക്കാട്. ഓക്കെ, ഇനി കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകള്. കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് കൃഷ്ണയ്ക്കുള്ളത്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് കൃഷ്ണയ്ക്കുള്ളത്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. തെലുങ്ക് ഗംഗ, കൃഷ്ണ. കൃഷ്ണാനദിയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, പഞ്ചഗംഗ, മുസി, ഗൗഡപ്രഭ, കൊയ്ന. ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, പാഞ്ചുഗംഗ, മുസി, ഗൗഡപ്രഭ, കൊയ്ന. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് തുംഗഭദ്ര. തുംഗഭദ്രയുടെ പ്രധാന പോഷക നദിയാണ് ശരാവതി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഭദ്രാവതി, ഹംപി, കുർണൂൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്രയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. അൽമാട്ടി ഡാം, കൃഷ്ണ. ഇനി കാവേരിയുടെ പ്രധാനപ്പെട്ടത് നോക്കാം. കാവേരി നദിയുടെ ഉത്ഭവം
കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്ന്. കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്ന്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി, പാമ്പാറ്, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ. അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് കബനി, ഭവാനി, അമരാവതി, പാമ്പാറ്, അർക്കാവതി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാവേരി നദിയിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? കാവേരി നദിയിൽ. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗ്രാൻഡ് അണക്കെട്ട്. ഇനി കുറച്ച് പ്രാചീന നാമങ്ങൾ നോക്കാം. ബ്രഹ്മപുത്ര, ലൗഹിത്യ എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. യമുന, കാളിന്തി, നർമ്മദ, രേവ, ബേത്വ, വേത്രാവതി. ബ്രഹ്മപുത്ര, ലൗഹിത്യ, യമുന, കാളിന്തി, നർമ്മദ, രേവ, ബേത്വ, വേത്രാവതി. അതിനകത്ത് ബ്രഹ്മപുത്ര, ലൗഹിത്യ, യമുന, കാളിന്തി ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നർമ്മദ, രേവയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ മറ്റു നദികളിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതുകൂടെ നോക്കാം. ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജെർസപ്പോ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി രാജസ്ഥാൻ ചോദിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഇന്ത്യയിലെ ഒരു കരബന്ധിത ലാൻഡ് ലോക്ഡ് നദിയാണ് ലൂണി. ലൂണിയുടെ മറ്റൊരു പേരാണ് സാൾട്ട് റിവർ, ലവണവാരി. വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഹോട്ട് ടോപ്പിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, പോയി കാണണം. അപ്പം നമ്മൾ ഇപ്പം ഭൗതിക ശാസ്ത്രത്തിലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒരു കുറേ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 30 ഡേയ്സ് ചലഞ്ചിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, പോയി കാണണം. അപ്പം നമ്മൾ ഇട്ടേക്കുന്ന ടോപ്പിക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതല്ലാതെ പ്രധാനപ്പെട്ട പോയിന്റുകളും ടോപ്പിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെള്ളച്ചാട്ടവും തടാകവും ഒക്കെ നമ്മൾ അല്ലാണ്ട് മെയിൻ പോയിന്റ്സ് മാത്രമുള്ള ഹോട്ട് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇട്ടേക്കാം, അത് പോയി കാണണം. ഇന്ത്യയുടെ അതിർത്തി രേഖകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതും പോയി കാണണം. ഇനി നമുക്ക് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവോർജ്ജം. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം ഏതാണ്? കല്ലണ ഡാം. അതെവിടെ, ഏത് നദിയിലാണ്? കാവേരി. കല്ലണ ഡാം, കാവേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. സർദാർ സരോവർ അണക്കെട്ടിന്റെ തറക്കല്ലിട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ നർമ്മദാ നദിയാണ്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി, അല്ലെ ഗ്യാൻഡക് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി വിവിധോദ്ദേശ നദീതട പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിൽ. ദാമോദർ വാലി, ദാമോദർ, ഹിരാക്കുട്ട്, മഹാനദി. റിഹാന്ത്, തുംഗഭദ്രയിൽ. നാഗാർജുന സാഗർ, കൃഷ്ണ, തെഹ്രി, ഭഗീരഥി, ദൂൽഹസ്തി, ചിനാബ്, കോസി, റാണപ്രതാപ് സാഗർ, ചമ്പല്, ഗാന്ധിസാഗർ, ചമ്പല്, മഹാറാണ പ്രതാപ്, ബിയാസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫക്രാനങ്കൽ, സത്ലജ്, ദാമോദർ വാലി, ഹിരാക്കുട്ട്, മഹാനദി, തെഹ്രി, ഭഗീരഥി, നാഗാർജുന സാഗർ, കൃഷ്ണ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരെന്താണ്? രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. നമ്മൾ അണക്കെട്ടുകളെ കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോട്ട് ടോപ്പിക്സിൻ്റെ അകത്ത്. ഏറ്റവും നീളം കൂടിയത് വലുതെന്നൊക്കെ പറഞ്ഞത് ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വേണം പോകാൻ. നമ്മൾ ഒത്തിരി വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, PSC ചോദിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് ആണവ നിലയങ്ങളാണെന്നും അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്, കോട്ട രാജസ്ഥാന്, താരാപൂർ മഹാരാഷ്ട്ര.
കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്, കോട്ട രാജസ്ഥാന്, താരാപൂർ മഹാരാഷ്ട്ര. അടുത്ത ടോപ്പിക്ക് ഗതാഗത മേഖലയിലെ പുരോഗതിയാണ്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലഗതാഗതമാണ്. PSC എപ്പോഴും ചോദിക്കാറുള്ളത് ജലഗതാഗതമാണ്. അതിൽ തന്നെ നാഷണൽ ഹൈവേസ് ഏതാണ് 1, 2, 3, 4, 5 ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമാണ് ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് അത് മാത്രം ഒന്ന് പഠിക്കാം. ദേശീയ ജലപാത 1 ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ദേശീയ ജലപാത 1 അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? അലഹബാദ്, ഹാൽദിയ. NW1 എന്ന് പറയുന്നത് അലഹബാദ്, ഹാൽദിയ. അതിന്റെ നീളം 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2 ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. അത് സാദിയ ടു ധൂബ്രി 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളെ തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിനായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ദേശീയ ജലപാത 3. അത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊല്ലം, കോഴിക്കോട് 365 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ, കാക്കിനഡ, പുതുശ്ശേരി 1078 കിലോമീറ്റർ ആണ്. നിർദ്ദിഷ്ട നീളം 2890 കിലോമീറ്റർ. ദേശീയ ജലപാത 5 ആണെങ്കിൽ ബ്രാഹ്മണി മഹാനദി ഡെൽറ്റകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താൽച്ചർ ടു ധാമറയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ 623 കിലോമീറ്റർ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഏതാ? ദേശീയ ജലപാത 3 ആണ്. കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ 365 കിലോമീറ്റർ. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത രീതി കൂടിയാണ് ജലഗതാഗതം. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ ഓർത്തെ? ദേശീയ ജലപാത 1 ആണെങ്കിൽ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി ഗംഗാ നദിയിൽ നിന്ന് ഓർത്താൽ മതി. അലഹബാദ്, ഹാൽദിയ. ദേശീയ ജലപാത 2 ആസാമിലെ ബ്രഹ്മപുത്ര, സാദിയ ടു ധൂബ്രി. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട്. ദേശീയ ജലപാത 4 കാക്കിനഡ, പുതുശ്ശേരി. ദേശീയ ജലപാത 5 താൽച്ചർ ടു ധാമ്ര. കേരളത്തിലെയാണ് ഏതാ? ദേശീയ ജലപാത 3 കൊല്ലം ടു കോഴിക്കോട്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ദേശീയ ജലപാത 5 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. ഇനി മേജർ തുറമുഖങ്ങൾ. അതിൻ്റെ അകത്ത് തുറമുഖങ്ങളുടെ പശ്ചിമതീര തുറമുഖവും പൂർവ്വതീര തുറമുഖവുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പശ്ചിമതീര തുറമുഖങ്ങൾ തന്നിട്ട് ഇതിനകത്ത് ഉൾപ്പെടുന്ന ഏതെന്ന് ഉൾപ്പെടാത്ത ഏതാന്നൊക്കെ ചോദിക്കാം. അതുപോലെ പൂർവ്വതീരവും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും മാത്രം നമുക്ക് നോക്കാം. പശ്ചിമതീര തുറമുഖങ്ങളാണ് കൊച്ചി, ന്യൂ മാംഗ്ലൂര്, മർമഗോവ, ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവക്ഷേപ, മുംബൈ, ദീൻദയാൽ. കൊച്ചി എവിടെയാ? കേരളം. ന്യൂ മാംഗ്ലൂര് അഥവാ മംഗലാപുരം, ന്യൂ മാംഗ്ലൂർ അല്ലെ മംഗലാപുരം കർണാടക. മർമഗോവ ഗോവ. ജവഹർലാൽ നെഹ്റു അഥവാ നവക്ഷേപ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നവക്ഷേപ തുറമുഖം മഹാരാഷ്ട്ര. മുംബൈ മഹാരാഷ്ട്ര. ദീൻദയാൽ അഥവാ കാണ്ട്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. കാണ്ട്ല ഗുജറാത്ത്. ഇനി പൂർവ്വതീര തുറമുഖങ്ങളാണ് VO ചിദംബനാർ അഥവാ തൂത്തുക്കുടി. ഇപ്പം VO ചിദംബനാർ പോർട്ട് തമിഴ്നാട്. ചെന്നൈ തമിഴ്നാട്. കാമരാജൻ അല്ലെങ്കിൽ എണ്ണൂർ എന്നാണ് പഴയ പേര്. കാമരാജർ തമിഴ്നാട്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാരദ്വീപ് ഒഡീഷ. ഹാൽദിയ പശ്ചിമ ബംഗാള്. പോർട്ട് ബ്ലെയർ ആൻഡമാൻ. കൊച്ചി കേരളം. ന്യൂ മാംഗ്ലൂര് കർണാടക. ഏത് പശ്ചിമതീരം പൂർവ്വതീരം എന്ന് ഡിഫറൻഷിയേറ്റ് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ പശ്ചിമതീര തുറമുഖങ്ങൾ കൊച്ചി കേരളം, ന്യൂ മാംഗ്ലൂര് കർണാടക, ന്യൂ മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം. മർമഗോവ ഗോവ. ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്ര. ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവക്ഷേപ. മുംബൈ മഹാരാഷ്ട്ര. ദീൻദയാൽ അഥവാ കാണ്ട്ല ഗുജറാത്ത്. ഇനി പൂർവ്വതീരമാണെങ്കിൽ VO ചിദംബനാർ തമിഴ്നാട്. VO ചിദംബനാർ അല്ല തൂത്തുക്കുടി. ചെന്നൈ തമിഴ്നാട്. കാമരാജർ അഥവാ എണ്ണൂർ തമിഴ്നാട്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാരദ്വീപ് ഒഡീഷ. ഹാൽദിയ പശ്ചിമ ബംഗാള്. പോർട്ട് ബ്ലെയർ ആൻഡമാൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യയിലെ വ്യവസായങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പരുത്തിത്തുണി വ്യവസായം, ചണ വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം. ഇതൊക്കെയാണ്. അതിൻ്റെ ഇരുമ്പുരുക്ക് വ്യവസായശാല നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. കാണാത്തവരുണ്ട് പോയി കാണണം. പരുത്തിത്തുണി വ്യവസായം. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്ന് ചോദിച്ചാൽ പരുത്തിത്തുണി വ്യവസായമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ ആണെങ്കിലോ ഗോൾഡൻ ഫൈബർ ചണം. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്.
ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് മുംബൈയിലാണ് 1854. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്രയാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണെങ്കിൽ മുംബൈ. ഇന്ത്യൻ തുറമുഖമാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈ ആണ്. ഇനി ചണത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിൽ സുവർണ നാര് എന്നറിയപ്പെടുന്നതാണ് ചണം. സുവർണ നാര്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ ചണമാണ്. അതുപോലെ സുവർണ നാരും ചണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്റയിൽ ആണ്. ലോകത്തിൽ ചണ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ അത് ഓർത്തോണം. ചണ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയാണ്. ചണം ഉൽപാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അതുപോലെ കോട്ടൺ ഓഫ് പോളീസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഓർത്തോണം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ തന്നെയാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. പിന്നെ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ലോകത്തിൽ ചണ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്കിൻ്റെ അകത്തുണ്ട്. അത് കാണാത്തവർ പോയി കാണണം. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കും തീർന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്സും 10th പ്രിലിംസിന് വേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവങ്ങളുടെ നേതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ദത്തവകാശ നിരോധന നിയമം, പോസ്റ്റ് ഓഫീസ് നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത്. ഇനി ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, കാർഷിക മേഖലയിലെ അസംതൃപ്തി. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദത്തവകാശ നിരോധന നിയമം, പോസ്റ്റ് ഓഫീസ് നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം ചോദിച്ചിട്ടുണ്ട്. ഏതാ അടിയന്തര കാരണം? 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയത്. ഈ തോക്കിന്റെയും തിരയുടെയൊക്കെ പ്രത്യേകത എന്നായിരുന്നു? പശുവിന്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്നാണ്? 1857 മെയ് 10. 1857 മെയ് 10. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. എവിടെയാണ്? മീററ്റ്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും ചപ്പാത്തിയും. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപ്പായി ലഹള. അപ്പൊ ശിപ്പായി ലഹള എന്ന് ചോദിച്ചാലും ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഓർത്തോളണം. ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. ആരാണ്? മംഗൽ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൽ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കിയ സിനിമയാണ് മംഗൽ പാണ്ഡെ ദി റൈസിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി. ഡൽഹിയാണ്. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഓർക്കേണ്ട ഒരു പോയിന്റാണ്, ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലുണ്ടായിരുന്ന വിപ്ലവത്തെയൊക്കെ അടിച്ചമർത്തിയത് പുള്ളിക്കാരൻ. അങ്ങനെയാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ ജോൺ നിക്കോൾസൺ അറിയപ്പെട്ടത്. അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. എന്താണ് ദത്തവകാശ നിരോധന നിയമം? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി. ആരാണ്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ.
ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നാഗ്പൂര്, ഝാൻസി, സാമ്പൽപൂര്, ഉദയ്പൂർ. ഓക്കെ, ദത്തവകാശ നിരോധനപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് നാഗ്പൂർ, ഝാൻസി, സാമ്പൽപൂർ, ഉദയ്പൂർ, സത്താറ. ആദ്യം കൂട്ടിച്ചേർത്താണ് സത്താറ 1848. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണമായത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് 1853. 1853. ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മനുഭായ്, മണികർണിക. മനുഭായ് എന്നും മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മി ഭായ്. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്നാണ് 1858 ജൂൺ 18. 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഝാൻസി റാണി മരണമടഞ്ഞത് ഗ്വാളിയോറിലാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ച ആരാണ്? നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവിയായ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയാണ്. അപ്പം വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച ആരാണ്? ഹ്യൂഗ് റോസ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ് ഝാൻസി റാണിയെ. അപ്പൊ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. ഇത് 3 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേത ദേവി. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക, ക്വീൻ ഓഫ് ഝാൻസി. അത് സംവിധാനം ചെയ്ത് ക്രിഷ് ആണ്. ഓക്കെ, മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത് കങ്കണ റാവത്താണ്. ഓക്കെ, പിന്നെ നമ്മൾ 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പോയി കാണണം. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. അംബാസഡർ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ. ബീഹാർ സിംഹം കൻവർ സിംഗ്, 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ്, ജോവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി, ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്, അംബാസഡർ അസീമുള്ള ഖാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ ആരാ? പ്രീതിലത വഡേക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ ഖുദിറാം ബോസ്. ഇനി 1857 കലാപ പ്രദേശങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മീററ്റ് ഉത്തർപ്രദേശ്, ലക്നൗ ഉത്തർപ്രദേശ്, അലിഗഡ് ഉത്തർപ്രദേശ്, മധുര ഉത്തർപ്രദേശ്, ആഗ്ര ഉത്തർപ്രദേശ്, ഝാൻസി ഉത്തർപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശ്. അപ്പൊ ഇത്രയും സ്ഥലം ഉത്തർപ്രദേശ്. ഏതൊക്കെയാ? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ബാരക്പൂർ പശ്ചിമ ബംഗാള്, ഗ്വാളിയോർ മധ്യപ്രദേശ്, ഭരത്പൂർ രാജസ്ഥാന്, റൂർക്കി ഉത്തരാഖണ്ഡ്, ആര ബീഹാർ. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ബംഗാൾ വിഭജനം, മുസ്ലിം ലീഗ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പകുതി വീഡിയോ ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, പകുതി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണണം. അവർക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ ബംഗാൾ വിഭജനത്തിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ബംഗാൾ വിഭജനം എന്താണ്? 1905. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് എന്ത്? സ്വദേശി പ്രസ്ഥാനം. അതാരായിരുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്? കഴ്സൺ പ്രഭു ആണ്. പിന്നെ മുസ്ലിം ലീഗ് ആണെങ്കിൽ എന്നാണ് വന്നത്? 1906. ആരൊക്കെയായിരുന്നു അതിന്റെ മുഖ്യ പങ്ക് വഹിച്ചത്? ലീഡർ സ്ഥാനത്ത് വന്നത് ആഗാ ഖാന്, നവാബ് സലീമുള്ള ഖാൻ. പിന്നെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ആഗാ ഖാന്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമായിരുന്നു 1930 അലഹബാദ് സമ്മേളനം. സാരെ ജംഗം ചർച്ച മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. ഇനി മിന്റോ മോർലെ ഭരണപരിഷ്കാരം എന്നായിരുന്നു? 1909. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് 1909 എന്നറിയപ്പെടുന്ന മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഗത്തറിന്റെ വാക്കിന്റെ അർത്ഥം എന്നാണ്? വിപ്ലവം. 1913 ലാലാ ഹർദയാൽ.
പിന്നെ ചമ്പാര സത്യാഗ്രഹം അത്രയും ഇവിടെ വരെ നമ്മൾ ഗത്തർ പാർട്ട് വരെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങൾ, ഇന്ത്യയിലെ സത്യാഗ്രഹങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഉറപ്പായിട്ടും പ്രിലിംസിന് ചോദിക്കും. അപ്പോൾ നമുക്ക് ചമ്പാര സത്യാഗ്രഹം മുതൽ തുടങ്ങാം. ചമ്പാര സത്യാഗ്രഹം 1917. ചമ്പാര സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായത് ചമ്പാര സത്യാഗ്രഹമാണ്. ചമ്പാര സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. 2017 100ാം വാർഷികം ആഘോഷിച്ച ഗാന്ധിജിയുടെ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. അഹമ്മദാബാദിൽ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണിത്. ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദ സമരം. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917, അഹമ്മദാബാദ് ആണെങ്കിൽ 1918, ഗേദയാണെങ്കിൽ എത്രയാണ്? 1918. പിന്നെ നീലം കർഷകരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. പിന്നെ തുണിമിൽ സമരം അല്ലെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് തന്നെ പഠിച്ചു വെക്കുക. അഹമ്മദാബാദ് തുണിമിൽ സമരമാണെങ്കിൽ ഏതാണ്? 1918. എന്താ കാരണം? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. പിന്നെ പറഞ്ഞത് ഗുജറാത്തിലെ ഗേദ ജില്ലയിലെ കർഷകർ നടത്തിയതാണ് ഗേദ സത്യാഗ്രഹം 1918. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെയായിരുന്നു? അമൃത്സർ, പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാ? നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 അമൃത്സർ, പഞ്ചാബ്. അതിന് കാരണമായത് റൗലറ്റ് ആക്ട്. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്? ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും പ്രിലിംസിന് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 അമൃത്സർ, പഞ്ചാബ്. റൗലറ്റ് ആക്ട് ആയിരുന്നു കാരണം. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയതാണ് റൗലറ്റ് ആക്ട്. ഏത് നേതാക്കളുടെ അറസ്റ്റിലായിരുന്നു പ്രതിഷേധിച്ചത്? ഡോക്ടർ സത്യപാല്, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടു, അമൃത്സർ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജി. ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചാണ് ചോദിച്ചിട്ടുണ്ട്. ക്രൗളിംഗ് ഓർഡർ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണറായിരുന്നു മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതാരായിരുന്നു? ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് തിരിച്ചു നൽകിയത് ഗാന്ധിജി, സരോജിനി നായിഡു. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ആരായിരുന്നു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും ചേറ്റു ശങ്കരൻ നായർ. അപ്പൊ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർ പദവി നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ, കൈസറി ഹിന്ദ്, ഗാന്ധിജി, സരോജിനി നായിഡു. പിന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ശങ്കരൻ നായർ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ ഖലീഫ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. 1919. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവർ 3 പേരും ഉണ്ട്. ആരൊക്കെയാ? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മഹാത്മാഗാന്ധി. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി, അത് ഓർത്തോണേ, പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മഹാത്മാഗാന്ധി. ഇനി അടുത്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി എന്നാണ് 1919. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് എന്നാണ് 1919. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചു. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ആരുടെ വാക്കുകളാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിയെ അറിയിച്ചതാണിത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം. 1920 കൽക്കട്ട സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. പിന്തുണ പ്രഖ്യാപിച്ചാണ് 20 കൽക്കട്ട സമ്മേളനം. അനുഭാവം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ അംഗീകാരം കൊടുത്ത ഏതാ? നാഗ്പൂർ സമ്മേളനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദിയാക്കി തീർത്തത് എന്ന്? 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം എന്നാണ്? 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഈ ഒരു സംഭവത്തിലാണ്, ചൗരി ചൗര സംഭവം. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായത് ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ്? 1920. സ്വരാജ് പാർട്ടി. അടുത്താണ് സ്വരാജ് പാർട്ടി. 1923. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് CR ദാസ്, മോത്തിലാൽ നെഹ്റു. CR ദാസ്, മോത്തിലാൽ നെഹ്റു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. അതിന്റെ നേതാക്കൾ ആരായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റു. എന്നാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത്? 1923 ജനുവരി 1. 1923 ജനുവരി 1-നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനമാണ് ഗയ സമ്മേളനം. ഏതാണ്? ഗയ സമ്മേളനം. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് അലഹബാദ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് അലഹബാദ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റാണ് CR ദാസ്, ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. അടുത്താണ് കാക്കോരി ഗൂഢാലോചന 1925. കാക്കോരി ഗൂഢാലോചന 1925. സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നടത്തിയ ശ്രമമാണ് കാക്കോരി ട്രെയിൻ കൊള്ള. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1925 എന്നാണ്. 1925 കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരിയാണ് രാം പ്രസാദ് ബിസ്മിൽ. രാം പ്രസാദ് ബിസ്മിൽ. അടുത്താണ് സൈമൺ കമ്മീഷൻ 1927. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. രൂപീകൃതമായത് 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3-നാണ്. ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. അംഗങ്ങൾ ആദ്യം ഈ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 7 പേരാണ്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താ?
കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. സൈമൺ ഗോബായ്ക്ക് എന്ന മുദ്രാവാക്യത്തിൽ രൂപം നൽകിയത് യൂസഫ് മെഹർ അലിയാണ് സൈമൺ ഗോബായ്ക്ക് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം രൂപീകരിച്ചത്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ മർദ്ദനമേറ്റ് മരിച്ച നേതാവ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പകരമായി വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സിനെ വധിച്ച ദേശാഭിമാനി ആരാ? ഭഗത് സിംഗ് ആണേ. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയത് 1929 മാർച്ച് 3-നാണ്. പിന്നെ റിപ്പോർട്ട് കൊടുത്തത് 1930-ലും. അപ്പൊ സൈമൺ കമ്മീഷനായിട്ട് ഓർക്കേണ്ടത് എന്താ? സൈമൺ കമ്മീഷനാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് മർദ്ദനമേറ്റ് മരിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് എന്തെന്നറിയപ്പെടുന്നേ? പഞ്ചാബ് സിംഹം. 1928 ഫെബ്രുവരി 3-നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. ഓക്കെ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ 1928 ഡൽഹിയിൽ വെച്ച് രൂപം നൽകിയതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരായിരുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? യുവജനങ്ങളെ സമരസജ്ജരാക്കുക. അടുത്താണ് ബർദോളി സത്യാഗ്രഹം. ഇമ്പോർട്ടന്റ് ആണ്. 1928. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനും ബർദോളി സത്യാഗ്രഹം എല്ലാം 1928-ലാണ്. നെഹ്റു റിപ്പോർട്ടും 1928-ലാണ്. സൈമൺ കമ്മീഷൻ 1927-ആണ്. കാക്കോരി ഗൂഢാലോചന 1925. ബർദോളി സത്യാഗ്രഹം എന്താണ്? ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയതാണ് ബർദോളി സമരം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് എന്ത്? ബർദോളി സമരം. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനം നൽകിയത് ഗാന്ധിജിയാണ്. അപ്പൊ ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ള ആ പദവി ലഭിച്ചത്. അത് നൽകിയത് ആരാണ്? ഗാന്ധിജി. 1928 ബർദോളി സത്യാഗ്രഹം. നെഹ്റു റിപ്പോർട്ട് 1928. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷനായിരുന്നു മോത്തിലാൽ നെഹ്റു. ആരാണ്? മോത്തിലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പുത്രികാ രാജ്യ പദവിയാണ്. ഡോമിനേഷൻ പദവി, പുത്രികാ രാജ്യ പദവി. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾക്ക് 14 പോയിന്റ്സിന് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇനി അടുത്താണ് പൂർണ്ണ സ്വരാജ്. 1929 പൂർണ്ണ സ്വരാജ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31-നാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26. 1930 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്താണ് ചിറ്റഗോങ് ആയുധപുര കൊള്ള. ഈ ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് സൂര്യസെന്നാണ്. മാസ്റ്റർ ദ എന്നൊക്കെ അറിയപ്പെടുന്ന സൂര്യസെന്നാണ്. സൂര്യസെൻ ആരംഭിച്ച ഒരു വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അടുത്ത സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇമ്പോർട്ടന്റ് ആണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. ഏതാണ്? ഉപ്പു സത്യാഗ്രഹം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. 1930 മാർച്ച് 12-ന് ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച ആളുകളുടെ എണ്ണം എത്രയാണ്? 78. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം 1930 ഏപ്രിൽ 5.
ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6. 1930 ഏപ്രിൽ 6. യാത്ര ആരംഭിച്ചത് 30 മാർച്ച് 12-നാണ്. നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇതൊക്കെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. അബ്ബാസ് തിയാബ്ജി. ഗുജറാത്തിലെ ദരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻലിയു ആണ്. നാഗന്മാരുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണെങ്കിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കിഴക്കാണെങ്കിൽ ആരാണ്? റാണി ഗെയ്ഡിൻലിയു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണെങ്കിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ചുവന്ന കുപ്പായക്കാർ അഥവാ ഖുദായി ഖിദ്മത് ഖാർ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരിയാണ്. അദ്ദേഹമാണ് വേദാരണ്യം ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ 1930 തൊട്ട് 32 വരെ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലമാണ് ലണ്ടൻ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930 നവംബർ 12. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണെങ്കിൽ 1931. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ സന്ധി 1931 മാർച്ച് 5. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവിയാണ്. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. പുത്രിക രാജ്യപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതും സാമുദായിക പ്രാതിനിധ്യത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണം പരാജയപ്പെട്ട സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932-ലാണ്. 35-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. 2ഉം 3ഉം വട്ടമേശം വെല്ലിംഗ്ടൺ പ്രഭു. ഒന്നാം വട്ടമേശ ഏതൊക്കെയാണ്? 30, 31, 32. എവിടെ നടന്നേ? ലണ്ടൻ. പിന്നെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് തേജ് ബഹദൂർ സപ്രുവും BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ആര് പങ്കെടുത്തത്? ഗാന്ധിജിയും സരോജിനി നായിഡു. അടുത്താണ് കമ്മ്യൂണൽ അവാർഡ്. 1932-ലെ കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ഓഗസ്റ്റ് 16-നാണ്. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഏർപ്പെട്ട സന്ധിയാണ് പൂന പാക്ട് അഥവാ പൂന ഉടമ്പടി 1932. ഗാന്ധിജിക്ക് വേണ്ടി സന്ധിയിൽ ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവിയാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹ പ്രഖ്യാപനം നടത്തിയത് യർവാദ ജയിലിൽ വെച്ച്, പൂനെയിലെ യർവാദ ജയിലിൽ വെച്ചാണ്. എന്താണ് ഓഗസ്റ്റ് ഓഫർ? 1940-ലെ ഓഗസ്റ്റ് ഓഫർ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് 8-ാം തീയതി ഈ വാഗ്ദാനം നടത്തിയത് ലിൻലിത് ഗോ പ്രഭു ആണ്. ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1942 മാർച്ച് 22-നാണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തത് കൊണ്ടാണ്.
ഇനി ക്വിറ്റ് ഇന്ത്യ സമരം ഇമ്പോർട്ടന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെയിലെ ഗോവാലിയ ടാക് മൈതാനത്ത് വെച്ചാണ്. ഗോവാലിയ ടാക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ആരാണ്? നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ രൂപം കൊടുത്തത് ആരാണ്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്നത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 ഫെബ്രുവരി 22. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ എന്നിവരാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഇമ്പോർട്ടന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനമാണ് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ സമ്മേളനത്തിലാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് വന്നത്. പിന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാവിക കലാപം നടന്നതെന്നാണ്? 1946 നടന്നത് ബോംബെയിലാണ്. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 1946 നാവിക കലാപത്തെയാണ്. ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1946. ആ സമയത്ത് ഈ ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിനകത്ത് പെറ്റ്വിക് ലോറൻസ് ആണ് ചെയർമാൻ. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ഇടക്കാല ദേശീയ ഗവൺമെന്റ് നിലവിൽ വന്നത് 1946 സെപ്റ്റംബർ 2-നാണ്. എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ആദ്യം നമുക്ക് ആസൂത്രണ കമ്മീഷൻ നോക്കാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസ്ഥാനമായിരുന്നത് യോജന ഭവനാണ്. രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് ആലുവാലിയ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിലാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി അടുത്തത് നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്നാ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനായത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളർ. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതിയാണ്. NDC സ്ഥാപിതമായത് 1952 ഓഗസ്റ്റ് 6. NDCയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 നവംബർ 8-9. NDC ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. NDCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി. NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. ഇനി പഞ്ചവത്സര പദ്ധതികൾ നോക്കാം. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കൃഷി, ജലസേചനം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്.
ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1953. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ഫക്രാനങ്കല്, ഹിരാക്കുട്ട്, ദാമോദർ വാലി. ഫക്രാനങ്കല്, ഹിരാക്കുട്ട്, ദാമോദർ വാലി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടു. അത് ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായവൽക്കരണം, ഗതാഗതം, വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മോഡലാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി, മെഹലനോബിസ് മോഡലാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂര്, ഭിലായ്, റൂർക്കേല. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയതെന്ന 1951, 1951 തൊട്ട് 56 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 തൊട്ട് 61 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 തൊട്ട് 66 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി എന്താണ് പ്ലാൻ ഹോളിഡേ? പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 1969 വരെയുള്ള 3 വർഷക്കാലമാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി, 1969 തൊട്ട് 74 വരെ. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 തൊട്ട് 79 വരെ തയ്യാറാക്കിയത് ആരാണ്? DP ദർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഇനി എന്താണ് റോളിംഗ് പ്ലാന്? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 1978 തൊട്ട് 80 വരെയുള്ള കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിനു പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഗുണ്ണാർ മിർദാൽ. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആറാം പഞ്ചവത്സര പദ്ധതി 80 തൊട്ട് 85 വരെയും ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 തൊട്ട് 90 വരെയുമാണ്. ഇനി എന്താണ് വാർഷിക പദ്ധതി? കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാർഷിക പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവ വികസനവും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ്. മാനവ വികസനവും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992, പഞ്ചായത്ത് രാജ് സംവിധാനം 1993 എന്നിവ നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആരംഭിച്ച പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി, 1997 തൊട്ട് 2002 വരെ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയും ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് എന്നാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1998 മെയ് 17. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 2002 മുതൽ 2007 വരെ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ഇനി എന്താണ് പുത്തൻ സാമ്പത്തിക നയം? 1991 പുത്തൻ സാമ്പത്തിക നയം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? PV നരസിംഹറാവു ഗവൺമെന്റ്.
പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. മൂലധനം, സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്നതാണ് ആഗോളവൽക്കരണം. ഇനി ഇന്ത്യയുടെ സാംസ്കാരിക ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും മാത്രം നമുക്ക് പഠിച്ചു പോകാം. ആദ്യത്തേത് മൗലികാവകാശങ്ങൾ. ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെയാ? 12 തൊട്ട് 35 വരെ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സംരക്ഷകൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ആശയം കടംകൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മഗ്ന കാർട്ട, ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മൗലികാവകാശങ്ങളാണ്. തുടക്കത്തിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എണ്ണം. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 1978 44-ാം ഭേദഗതി. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായിയാണ്. പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് പാർട്ട് 12 ആർട്ടിക്കിൾ 300A. പാർട്ട് 12 ആർട്ടിക്കിൾ 300Aയിലാണ് സ്വത്തവകാശത്തെ പറ്റി പരാമർശിക്കുന്നത്. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31. മൗലികാവകാശങ്ങളെപ്പറ്റി പ്രമേയം പാസാക്കിയ INC മീറ്റിംഗ് ആണ് 1931 കറാച്ചി മീറ്റിംഗ്. അതിന്റെ അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മൗലികാവകാശത്തിന്റെ ഈ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയ INC മീറ്റിംഗിൽ ഈ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ, സംരക്ഷകൻ സുപ്രീം കോടതി, മഗ്ന കാർട്ട, ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ആദ്യം 7 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 എണ്ണേ ഉള്ളൂ. സ്വത്തവകാശം നീക്കം ചെയ്തു 1978 44-ാം ഭേദഗതി. ജനതാ ഗവൺമെന്റിന്റെ സമയത്ത് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡന്റ് ആയിരുന്നു. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത് പാർട്ട് 12, അതുപോലെ ആർട്ടിക്കിൾ 300A. ഇപ്പം ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമാണ്. ഇനി മൗലികാവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 തൊട്ട് 24 വരെ. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 നിയമസമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 ജാതി, മത, വർഗ, ലിംഗ, ജന്മസ്ഥല എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വിവേചനവും പാടില്ല. അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 അവസര സമത്വം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ആർട്ടിക്കിൾ 14 നിയമസമത്വം. 15 ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ജന്മസ്ഥല വിവേചനം തടയുക. 16 അവസര സമത്വം. ഈ അവസര സമത്വമായിട്ട് ബന്ധപ്പെട്ട് റിസർവേഷനെ പറ്റി പഠിച്ച കമ്മീഷനാണ് 1979 മണ്ഡൽ കമ്മീഷൻ. റിസർവേഷനുമായി ബന്ധപ്പെട്ട കേസാണ് 1992 ഇന്ദിരാ സാഹ്നി കേസ്. ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 ആണ് അയിത്ത നിർമാർജനം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധി കി ജയ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്ന് പറയുന്നത് 1955 1955 ഈ ആക്ട് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നായി മാറിയത്. ആ പേര് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്നുള്ളത് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നായിട്ട് മാറിയത് 1976. ഇനി ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി അടുത്തതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. എത്ര എണ്ണമാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 19A അഭിപ്രായ സ്വാതന്ത്ര്യം. 19B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 19C സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19D സഞ്ചാര സ്വാതന്ത്ര്യം. 19E ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 19F ആയിരുന്നു
എന്തായിരുന്നു? സ്വത്തവകാശം, അതിനെ എടുത്തു കളഞ്ഞു. 19G ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇനി ആർട്ടിക്കിൾ 20 കുറ്റവും ശിക്ഷയും. കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ കുറ്റങ്ങൾ പാസാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഗ്രീൻ ട്രിബ്യൂണൽ, വിവരാവകാശം, പൊതുസ്ഥാനങ്ങളിലെ പുകവലി നിരോധനം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21A പ്രാഥമിക വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. പാർലമെന്റിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002-ആണ്. അപ്പൊ മാറിപ്പോയല്ല. ആർട്ടിക്കിൾ ചോദിച്ചാൽ 21A ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉറപ്പാക്കണമെന്നുള്ളത് 21A. പാർലമെന്റിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 86-ാം ഭരണഘടനാ ഭേദഗതി 2002. അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരമാണ് 2021 റദ്ദ് ചെയ്യാൻ പാടില്ലെന്നാക്കിയത്. ഇനി ആർട്ടിക്കിൾ 22 അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയ്ക്കെതിരെയുള്ള സംരക്ഷണം. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് കൈവരിച്ച ആദ്യത്തെ വ്യക്തിയാണ് AK ഗോപാലൻ. വിചാരണ കൂടാതെ ഒരു വ്യക്തിയെ 3 മാസം വരെ തടവിൽ വെക്കാനായിട്ട് കഴിയും. അറസ്റ്റ് ചെയ്ത ഒരാളെ എത്ര മണിക്കൂറിനകമാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. ഇനി ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21A. ഇനി അടുത്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് ഭിക്ഷാടനം, മനുഷ്യക്കച്ചവടം ഇവ നിർത്തലാക്കല്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക്. നിലവിൽ അത് അറിയപ്പെടുന്ന ഗുഡ് വീവ് എന്നാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12-ആണ്. അടുത്തത് മതസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 26 മതപരമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 27 മതപരമായ കാര്യങ്ങൾക്ക് നികുതി ഈടാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 28 ഗവൺമെന്റ് സ്കൂളുകളിൽ മതപഠന ക്ലാസുകൾ പാടില്ല. മറ്റു സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാനും പാടില്ല. ഇനി അടുത്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ. ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വിവേചനം പാടില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശമാണ്. ന്യൂനപക്ഷ വിഭാഗക്കാരെ പറ്റി പ്രതിപാദിക്കുന്ന മൗലികാവകാശത്തിലെ ഭാഗം എന്ന് ചോദിച്ചാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് എന്നോർത്തിരുന്നോണം. മൗലികാവകാശത്തിലെ 5ാമത്തെ ഭാഗം. നമ്മളിപ്പോൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ 5ാമത്തെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി അടുത്താണ് ആറാമത്തെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32-നെ ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി നമുക്ക് റിട്ടുകളെ പറ്റി നോക്കാം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും 32 പ്രകാരം സുപ്രീം കോടതിയും 226 പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആർട്ടിക്കിൾ 226. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. പദങ്ങളാണ്. ഇനി 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. അതിന്റെ അർത്ഥം തന്നെ ശരീരം ഏറ്റെടുക്കാം. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വതന്ത്രമായി കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഹേബിയസ് കോർപ്പസ് ആണ്.
രണ്ടാമത്തെയാണ് മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, വി കമാൻഡ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ തന്റെ കടമ നിർവഹിക്കാതെ വരുമ്പോൾ അവയ്ക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ ഇവയ്ക്ക് ഈ റിട്ട് ബാധകമല്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അടുത്താണ് പ്രൊഹിബിഷൻ, തടയുക. അധികാരപരിധി ലംഘിക്കുന്ന കീഴ്ക്കോടതികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്താണ് സെർഷ്യോററി, ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്, സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥമുള്ള സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള റിട്ടാണ് സെർഷ്യോററി. അടുത്താണ് കോ വാറന്റോ, എന്തധികാരം. അധികാരം കൈയാളുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള റിട്ടാണ് കോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാതെ ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനാണ് കോ വാറന്റോ പുറപ്പെടുവിക്കുന്നത്. എക്സാമ്പിൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കോ വാറന്റോ ആണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഹേബിയസ് കോർപ്പസ്, ശരീരം ഏറ്റെടുക്കാം; മാൻഡമസ്, വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു; പ്രൊഹിബിഷൻ, തടയുക; സെർഷ്യോററി, ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ്; കോ വാറന്റോ, എന്ത് അധികാരം. ഇനി അടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പാർട്ട് 4. മൗലികാവകാശങ്ങളുടെ പാർട്ട് എത്രയാണ്? പാർട്ട് 3. മാർഗനിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക എന്നുള്ളതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ബാങ്കുകൾക്ക് സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷായാണ്. ബാങ്കുകൾക്ക് സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷായാണ്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ആർട്ടിക്കിൾ 37 മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 37 ആണ്. 38, 39 സാമൂഹ്യ ജീവിത ക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 39A തുല്യനീതി, പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 39D ഇമ്പോർട്ടന്റ് ആണ്, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 41 തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. അപ്പൊ നമ്മൾ 36 പറഞ്ഞില്ലായിരുന്നല്ലേ? 36 തൊട്ട് 51 വരെ. 36 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ്. പിന്നെ ആർട്ടിക്കിൾ 42 മനുഷ്യത്വപരമായ തൊഴിൽ സാഹചര്യങ്ങൾ. ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, കുടിൽ വ്യവസായം. ആർട്ടിക്കിൾ 43B കോപ്പറേറ്റീവ് സൊസൈറ്റി 2011 97 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. സഹകരണ സംരംഭങ്ങളുടെ ഉന്നമനമൊക്കെയാണ് ലക്ഷ്യമിട്ടത്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ആർട്ടിക്കിൾ 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 45 ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 ആണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം കുറിച്ച് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 46 SC/ST വിഭാഗങ്ങളുടെ ഉന്നമനം. ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക. ആർട്ടിക്കിൾ 48 കൃഷി, മൃഗസംരക്ഷണം, ഗോവധ നിരോധനം. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 49 ദേശീയ സ്മാരകങ്ങളുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം. ഇനി അടുത്തതാണ് മൗലിക കടമകൾ. പാർട്ട് 4A ആണ് ആർട്ടിക്കിൾ 51A. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ മൗലിക കടമകൾ തന്നെയാട്ടോ മൗലിക കർത്തവ്യങ്ങളെന്നോ മൗലിക കടമകളെന്നോ ചോദിച്ചാൽ രണ്ടും ഒന്നാണെന്ന് ഓർത്തോണം. പാർട്ട് എത്രയാണ്? 4A, ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. നിലവിൽ വന്നത് 1977 ജനുവരി 3. തുടക്കത്തിൽ 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 11 മൗലിക കടമകളുണ്ട്. 11ാമതായിട്ട് കൂട്ടിച്ചേർത്ത് ഏതാണ്? പ്രാഥമിക വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ആണ് എന്ന് പറയുന്നതാണ് 11ാമത്തെ മൗലിക കടമ. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് കൂട്ടിച്ചേർത്തത്. ഇനി ഏതൊക്കെയാണ് ആ 11 മൗലിക കടമകൾ നോക്കാം. മൗലിക കടമകൾ അഥവാ മൗലിക ചുമതലകൾ.
അപ്പോൾ ABC ഇട്ട് PSC ചോദിക്കാറുണ്ട്. ABC ഏത് ഓപ്ഷൻ, ആ ഓപ്ഷൻ തന്നിട്ട് B ആണോ C ആണോ D ആണോ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്തോണം. A ആണ് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ സ്ഥാപനങ്ങളെയും ആദർശങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. B ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആശയങ്ങളെ പിന്തുടരുക. C ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. D രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സജ്ജരായിരിക്കുക. ഈ മതം, ഭാഷ, പ്രദേശ വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. F ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. G പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. H ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും വികസിപ്പിക്കുക. I പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. J എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. K പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ആണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് PSC എപ്പോഴും പ്രിലിംസിന് ചോദിക്കാറുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒരു തവണ നമ്മൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ ഒരു റിവിഷൻ ആകും, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 തവണ കേട്ട് നോക്കുക. ഇനി നമുക്ക് PSC പ്രിലിംസിന് എടുത്തെടുത്ത് ചോദിക്കാറുള്ള നവോത്ഥാന നായകർ എല്ലാവരെയും നോക്കുന്നില്ല. PSC ചോദിച്ചിട്ടുള്ള ആരൊക്കെയാണ്, അത് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അവരെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജനനം 1885 മെയ് 24 മരണം 1938 മാർച്ച് 23. ജന്മസ്ഥലം ചേരാനെല്ലൂർ, എറണാകുളം. ചെറുപ്പത്തിലെ പേരാണ് ശങ്കരൻ. വീട്ടുപേര് സാഹിത്യ കുടീരം. അറിയപ്പെടുന്നത് കേരള ലിങ്കൺ എന്നാണ്. 1907 അരയ സമാജം രൂപീകരിച്ചു. 1910 വാല സമുദായ പരിഷ്കരണി സഭ രൂപീകരിച്ചു. 1912 കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിൽ. 1913 കായൽ സമ്മേളനം നടത്തി. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1932 മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായി. കൊച്ചി രാജാവ് കവിതിലകം പട്ടം നൽകുകയും കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ പദവി നൽകുകയും ചെയ്തു. ഇനി അദ്ദേഹം സ്ഥാപിച്ച സഭകളാണ് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, സുധർമ്മ സൂര്യോദയ സഭ തേവര, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂര്, സന്മാർഗ പ്രദീപ സഭ കുമ്പളം, അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂര്. ജാതിക്കുമ്മി ജാതി വ്യവസ്ഥയ്ക്കെതിരെ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലങ്കാമർദ്ദനം, പഞ്ചവടി, തിരുനാൾ കുമ്മി, കൈരളി കൗതുകം, ജൂബിലി ഗാനം, ഉർവശി, ചിത്രലേഖ, ശകുന്തള, അരയ പ്രശസ്തി, ബാലോദ്യാനം, കാട്ടിലെ ജ്യേഷ്ഠൻ. പിന്നെ ജാതിക്കുമ്മി, തിരുനാൾ കുമ്മി, ഇതെല്ലാം KP കറുപ്പന്റെ ആണ്. ആദ്യ കവിത ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്ര മന്ദാരമാണെന്നും കൂടെ ഓർത്തിരിക്കുക. അടുത്താണ് ശ്രീനാരായണ ഗുരു. 1856 ഓഗസ്റ്റ് 20 ജനിച്ചു. മരണം 1926 സെപ്റ്റംബർ 20. ജനിച്ച എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. വീട്ടുപേര് വയൽവാരം വീട്. ചെറുപ്പകാലത്ത് നാണു എന്നറിയപ്പെടുന്നു. നാണു ആശാൻ എന്നും അറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളി. പ്രധാന ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാടയ്യയും. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്. നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ 1903 മെയ് 15 SNDP രൂപീകരിച്ചു. 1904 SNDPയുടെ ആദ്യ മുഖപത്രമായ വിവേകോദയം പുറത്തിറക്കി. വിവേകോദയത്തിന്റെ ആദ്യത്തെ എഡിറ്ററാണ് കുമാരനാശാൻ. ഒഫീഷ്യൽ എഡിറ്റർ M ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. 1909 ശാരദാമഠം സ്ഥാപിച്ചു. ശിവഗിരി. 1912 ശാരദാ പ്രതിഷ്ഠ നടത്തി. അയ്യങ്കാളിയെ കണ്ടുമുട്ടി. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അവിടെ എഴുതി വെച്ച വരികളാണ് ഓം സാഹോദര്യം സർവത്ര. 1918-26 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1922 രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കണ്ടുമുട്ടി ശിവഗിരിയിൽ വെച്ച്. ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അപ്പം ദിഫാഷിയായതാരാണ്? കുമാരനാശാൻ. 1924 ആലുവയിൽ സർവമത സമ്മേളനം. അതിന്റെ അധ്യക്ഷനായിരുന്നത് ശിവദാസ അയ്യരാണ്. വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു ആഹ്വാനം ചെയ്തത് ആലുവയിലെ സർവമത സമ്മേളനത്തിൽ വെച്ചാണ്. എന്നാണ്? 1924. 1925 ഗാന്ധിജി ഗുരുവിനെ കണ്ടുമുട്ടി ശിവഗിരിയിൽ വെച്ച്. ദ്വിഭാഷിയായത് M കുമാരനാണ്. 1967 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ
മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 2006 ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം പുറത്തിറങ്ങി. 2009 ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന വാക്കുകൾ ഏതൊക്കെയാ? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, സംഘടിച്ച് ശക്തരാകുക, വ്യക്തിയെ കൊണ്ട് പ്രബുദ്ധരാവുക, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം പുത്തൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഗുരു തപസ് അനുഷ്ഠിച്ചത് മരുത്താമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട്. ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. ഇനി ഗുരു എന്ന നോവൽ രചിച്ചതാരാണ്? കെ സുരേന്ദ്രനാണ്. ഗുരു എന്ന സിനിമ PA ബക്കർ ആണ്. യുഗപുരുഷൻ എന്ന സിനിമ R സുകുമാരൻ. നാരായണം എന്ന നോവല് പെരുമ്പടവം ശ്രീധരൻ. മഹർഷി ശ്രീനാരായണ ഗുരു T ഭാസ്കരൻ. ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് തിരുക്കുറൽ, ഒടുവിലൊഴുക്കം, ഈശോവാസ്യോപനിഷത്ത്. 2014 ശതാബ്ദി ആഘോഷിച്ചത് ദൈവദശകമാണ്. അദ്ദേഹത്തിന്റെ കൃതി ദൈവദശകം. ഇനി മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാന്ന് നോക്കാം. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, ജാതി ദർശനം, ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതിമീമാംസ, ദർശനമാല, ജ്ഞാനദർശനം, കാളി നാടകം, കുണ്ടലിനിപ്പാട്ട്, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, ജനന നവരത്ന മഞ്ജരി, ജനനി നവരത്ന മഞ്ജരി. ഈ വർക്കുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതുകൊണ്ട് ഒന്നുകൂടെ നോക്കാം. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, ജാതി ദർശനം, ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതിമീമാംസ, ദർശനമാല, ജ്ഞാനദർശനം, കാളി നാടകം, കുണ്ടലിനിപ്പാട്ട്, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, ജനനി നവരത്ന മഞ്ജരി. ഗുരു സമാധിയായത് ശിവഗിരിയിലാണ്. അടുത്താണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ജനിച്ചതെന്നാണ് 1896 മാർച്ച് 26, മരിച്ചത് 1982 ഫെബ്രുവരി 12. ജന്മസ്ഥലം പാലക്കാട് മേഴത്തൂര് തൃത്താല ഗ്രാമം. മുഴുവൻ പേരെന്താണ്? വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിലാണ് ജനിച്ചത്. 1908 യോഗക്ഷേമ സഭ നിലവിൽ വന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിയാണ്. 1919 നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചു. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറക്കി. 1931 യാചന യാത്ര നയിച്ചു, തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. 1968 സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു, കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ. അദ്ദേഹത്തിന്റെ പ്രധാന വാക്കുകളാണ്: അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും. അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീ രംഗം. ആത്മകഥയാണ് കണ്ണീരും കിനാവും. പ്രധാനപ്പെട്ട കൃതികളാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, കർമ്മവിഭാഗം, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, രജനീ രംഗം, കരിഞ്ചന്ത. അടുത്താണ് അക്കാമ ചെറിയാൻ. ജനിച്ചത് 1909, മരണം 1982. ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അറിയപ്പെടുന്ന എന്താ? കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. 1938 രാജധാനി മാർച്ച് നയിച്ചു. 1938 ദേശസേവികാ സംഘം രൂപീകരിച്ചു. 1947 തിരുവിതാംകൂർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തു. 1972 ഇന്ത്യൻ ഗവൺമെന്റിൽ താമ്രപത്രം നൽകി ആദരിച്ചു. ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്രം നൽകി ആദരിച്ചു. അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ്. അക്കാമ ചെറിയാന്റെ അനുജത്തിയാണ് റോസമ്മ പുന്നൂസ്. പ്രധാന കൃതിയാണ് 1114 കഥ. ആത്മകഥ ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെയും ജീവിത സമരം C കേശവന്റെയുമാണ്. അടുത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ജനിച്ചത് 1873 ഡിസംബർ 28, മരിച്ചത് 1932 ഓഗസ്റ്റ് 23. ജനനസ്ഥലം വക്കം, തിരുവനന്തപുരം. അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. 1906 രാമകൃഷ്ണപിള്ള എഡിറ്ററായി. 1910 സ്വദേശാഭിമാനി പത്രം നിരോധിച്ചത്. 1922 ഐക്യ മുസ്ലിം സംഘം രൂപീകരിച്ചു. പ്രധാനപ്പെട്ട 3 മാസികകളാണ് മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931.
അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നിവ രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ. പ്രധാന വാക്കുകളാണ് എന്റെ പത്രാധിപനില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന്. പ്രധാന കൃതികളാണ് നബിമാർ, ഖുറാൻ വ്യാഖ്യാനം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്സബാഹ്. ചട്ടമ്പിസ്വാമി ജനിച്ചത് 1853 ഓഗസ്റ്റ് 25, മരണം 1924 മെയ് 5. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ജനനസ്ഥലം കണ്ണൻമൂലയിലെ കൊല്ലൂർ ഗ്രാമം, തിരുവനന്തപുരം. യഥാർത്ഥ പേര് അയ്യപ്പൻ, ചെറുപ്പകാലത്തെ പേര് കുഞ്ഞൻപിള്ള. സർവവിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പ്രധാന ഗുരുക്കന്മാരാണ് രാമൻ പിള്ളയാശാനും തൈക്കാട് അയ്യയും. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, നിജാനന്ദ വിലാസം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, വേദാന്തസാരം, കേരളത്തിലെ ദേശനാമങ്ങൾ, സർവ മത സാമരസ്യം. മരിച്ചത് പന്മനയിലാണ്, കൊല്ലം. ഇനി പ്രധാനപ്പെട്ട ആളാണ് വൈകുണ്ഠസ്വാമി. 1809 മാർച്ച് 12 ജനിച്ചു. മരിച്ചത് 1851 ജൂൺ 3. ജനനസ്ഥലം സ്വാമിത്തോപ്പ്, നാഗർകോവിൽ, കന്യാകുമാരി. നാടാർ സമുദായത്തിലാണ് ജനിച്ചത്. മുടിചൂടും പെരുമാള്, മുത്തുക്കുട്ടി എന്നിങ്ങനെ അറിയപ്പെടുന്നു. പ്രധാന ശിഷ്യൻ തൈക്കാടയ്യയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠസ്വാമിയാണ്. ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനം ആരംഭിച്ച നവോത്ഥാന നായകൻ. വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശാ പാഠശാലകൾ ആരംഭിച്ചു. സമത്വ സമാജം രൂപീകരിച്ചു. പിന്നെ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നതാണ് നിഴൽ താങ്കൽ. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച പൊതു കിണറാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ മണിക്കിണർ. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതമാണ് ചിന്താ പദ്ധതി. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതം അല്ലെങ്കിൽ ചിന്താ പദ്ധതി അറിയപ്പെടുന്നതാണ് അയ്യാവഴി. അപ്പൊ ഈ ഒരു അയ്യാവഴി എന്ന് പറയുന്ന ഈ ഒരു മതത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മയുഗം സ്ഥാപിക്കുക. തുവയിൽ പന്തിക്കൂട്ടായ്മ രൂപീകരിച്ചു. അതുപോലെ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമിയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാച് അല്ലെങ്കിൽ വെണ്ണീച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചു. നിലവിളി സമരമൊക്കെ വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. പ്രധാന കൃതികളാണ് അഖില തിരുട്ട്, അരുൾനൂല്. ഇവിടെ നമുക്ക് ആ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയാന്ന് പറഞ്ഞു. പന്തി ഭോജനം ആരാ? തൈക്കാടയ്യ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. അടുത്താണ് അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28 ജനിച്ചു. മരിച്ചത് 1941 ജൂൺ 18. ജനനസ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1893 വില്ലുവണ്ടി സമരം നയിച്ചു. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വില്ലുവണ്ടി സമരം നയിച്ചത്. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെട്ടു. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1915 കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരമാണ്. 1915 90-ാം ആണ്ട് സമരം നയിച്ചു. ഊരൂട്ടമ്പല ലഹള, പുലയ ലഹള എന്നിങ്ങനെ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്.
അടുത്താണ് കുമാരനാശാൻ. കുമാരനാശാന്റെ കൃതികളെ പറ്റിയാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രരോദനം എന്ന കൃതി AR രാജവർമ്മയുടെ മരണത്തെ തുടർന്ന് എഴുതിയ കൃതിയാണ്. കുമാരനാശാന്റെ വിലാപ കാവ്യമാണ് പ്രരോദനം. അടുത്ത ചണ്ടാല ഭിക്ഷുകി, മാതങ്കിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി. ദിവ്യ കോകിലം രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി ആശാൻ രചിച്ച കൃതിയാണ്. ദുരവസ്ഥ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ചതാണ്. കരുണ ആശാന്റെ അവസാനത്തെ കൃതിയാണ്. വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികളാണ് നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ കുയില്, വനമാല, മണിമാല, പുഷ്പവാടി, ശങ്കരശതകം. അപ്പോൾ ഇത്രയും നവോത്ഥാന നായകരെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് കേട്ട് പോവുക, ഒരു റിവിഷൻ ആകും. അറിയത്തില്ലെങ്കിൽ 1-2 തവണ ഒന്ന് കേട്ട് നോക്കുക. ഇത്രയും പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതിയാവും. ഇനി ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ദേശീയ ചിഹ്നങ്ങൾ: ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പക്ഷി മയില്, ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക ജീവി ആന, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ വൃക്ഷം പേരാല്, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ മത്സ്യം ഐക്കൂറ അഥവാ അയല, ദേശീയ നദി ഗംഗ, ദേശീയ പാനീയം ചായ, ഔദ്യോഗിക ഭാഷ ഹിന്ദി. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനാണ്. ദേശീയ പതാകയിലെ 3 നിറങ്ങൾ: മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. കുങ്കുമം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം സമൃദ്ധി, ഫലഭൂഷ്ഠിത. വെള്ള നിറം സത്യസന്ധത, സമാധാനം. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അശോക ചക്രത്തിന്റെ നിറമാണ് നാവിക നീല. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. വീതിയും നീളവും തമ്മിൽ ചോദിച്ചാൽ 2:3. 1907 ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ഇനി ഈ ദേശീയ പതാകയുടെ വിവിധ അളവുകൾ നോക്കാം. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 mm × 100 mm ആണ്, 100 mm. അപ്പം 150 ഈ അളവുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം 150 × 100 ആണ് ഏറ്റവും ചെറിയ അളവ്. ഏറ്റവും വലിയ അളവ് 6300 × 4200 mm ആണ്. പിന്നെ VVIPകളുടെ വിമാനത്തിലുള്ള പതാക 450 mm × 300 mm ആണ്. കാറുകളിൽ ഉപയോഗിക്കുന്നത് 225 mm × 150 ആണ്. മേശപ്പുറത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ 150 × 100 ആണ്. മേശപ്പുറത്ത് ഉപയോഗിക്കുന്നത് 150 × 100. ഏറ്റവും ചെറുത് ഏതാണ്? 150 × 100. ഏറ്റവും വലുതാണെങ്കിൽ 6300 × 4200. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു PD ഷേണായി. ഇനിയാണ് ദേശീയ ഗാനം. ദേശീയ ഗാനമായ ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. അതിന്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാനാണെങ്കിൽ 20 സെക്കൻഡ്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യമാണ് ഭാരത ഭാഗ്യോ വിധാത. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരണി. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്, മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർസോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ദേശീയ ഗീതം. വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപം. വന്ദേമാതരം രചിക്കപ്പെട്ടിട്ടുള്ള ഭാഷ ബംഗാളിയാണ്.
വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷ് മദർ ഐ ബോ ടു ദി എന്നുള്ളതാണ്. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണെങ്കിൽ കർമ്മയോഗിയാണ്. വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. എത്രയാണ്? 65 സെക്കൻഡ്. ഇനി കേരളത്തിന്റെ അടിസ്ഥാന വിവരത്തിന്റെ അകത്ത് ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീന്, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക പാനീയം ഇളനീര്, ഔദ്യോഗിക ഫലം ചക്ക, സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. കേരളത്തിന്റെ തെക്ക് വടക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്, തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പാറശാല, വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം, തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്, തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം, ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള, ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി, തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം, വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ എന്ന് ചോദിച്ചാലും ശരിയാണ്, ന്യൂഡൽഹിയിലാണ്. 2019 ഭേദഗതിയോടെ ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പം ചെയർമാനെ കൂട്ടിയാണെങ്കിലോ മൊത്തം 6 പേര്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അകത്തെ ചെയർപേഴ്സൺ, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷത പദവി വഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 3 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 19. ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 22. ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വന്ന മാറ്റമാണ് ഹൈക്കോടതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാക്കി. നേരത്തെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. ഇതനുസരിച്ച് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാക്കി മാറ്റി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേര് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക വിവരമുള്ളവരായിരിക്കണം. ഇതിലൊരാൾ നിർബന്ധമായും വനിതയായിരിക്കണമെന്നും ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസെബിലിറ്റീസ്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
മിക്ക ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ തന്നെ 10th പ്രിലിംസിന് ഒരു 50% മാർക്ക് ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്സ്, സയൻസ് ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സയൻസ് ഭാഗങ്ങളിൽ ബയോളജിക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം വേണ്ട ടോപ്പിക്കുകൾ മാത്രം ഒന്ന് റീഡ് ചെയ്തിട്ട് പോവുക. അതോടെ ചെയ്ത് മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ പിന്നെ ഓക്കെ ആയി. ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഫുള്ള് ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ എഫോർട്ടിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലൈക്കും കമൻറ്റും മാത്രമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം പോയി അറ്റൻഡ് ചെയ്തിട്ട് വരിക. എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്